കോട്ടയം പാല ഐക്കൊമ്പിൽ കൂപ്പിലെത്തിച്ച ആന ഇടഞ്ഞു. സമീപത്തെ വീടുകളുടെ മുറ്റത്ത് ഓടിക്കയറിയ ആന കാറുകളടക്കം നിരവധി സാധനങ്ങൾ നശിപ്പിച്ചു. അരമണിക്കൂറിന് ശേഷം ആനയെ തളച്ചു. ഈ ആന കുളിപ്പിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് പോകുന്നതെന്നാണ് പറഞ്ഞത്. വേണാട്ടുമറ്റംകാരുടെ ആനയായിരുന്നു. അവരും പുറകെ വന്നു. അവസാനം വന്ന് അയങ്ങുമ്പ് വന്നിട്ട് ഒരു ഫർണിച്ചർ കട കയറിയിട്ട് അതിൻ്റെ ഗ്ലാസും തകർത്ത് പുറകെ കയറി പോയി ഫർണിച്ചറെല്ലാം പിടിച്ച് തകർത്തിട്ടുണ്ട്. പിന്നെ മിഷൻ വരെ ഇളക്കി മാറ്റി. അത് കഴിഞ്ഞ് ഓടിയിട്ട് കരുവഞ്ചാലിലെ റെജിയുടെ വീട്ടിൽ കയറി 2 കാറിൻ്റെ ഇടയ്ക്കൂടെ പോയി കാർ രണ്ടും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാറ്റുകാലക്കാരുടെ വീട്ടിൽ കയറി കുന്നുംപുറക്കാരുടെ വീട്ടിൽ കയറി അവരുടെ കോഴിക്കോട് എടുത്ത് പോകാൻ വിട്ടു. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി പറമ്പിക്കൂടെ തന്നെ അവൻ ഓടിപ്പോയി. തോട്ടുങ്കൽ ജിജിയുടെ പറമ്പിലിട്ടാണ് തളയ്ക്കുന്ന അവസാനം. തളച്ച് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആൾക്കാരെല്ലാം പരിഭ്രാന്തരായി. വണ്ടി എല്ലാം ജാമായി. തൊഴിൽ ഹൈവേ അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നഷ്ടപരിഹാരം ഇവർക്കുള്ള നഷ്ടം ഇവരൊന്നും അറിയാതെ ഇവർക്ക് ഇത് സംഭവിച്ചേക്കുന്നത്. ആ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ്. ജോസി ബാബു ചേതന്റെ വിശദാംശങ്ങൾ നൽകാനായി. ജോസി, എപ്പോഴാണ് ആന ഇടഞ്ഞത്? ആളപായമൊന്നുമില്ലല്ലോ അല്ലേ? ജീന, വൈകുന്നേരം 3:30 പാല ഐൻകൊമ്പ് ജംഗ്ഷന് സമീപം കൂപ്പിൽ എത്തിച്ച് ആന ഇടഞ്ഞത്. ആന ഇടഞ്ഞ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായമില്ല എന്നത് ആശ്വാസകരമാണ്. സമീപത്തെ വീട്ടുമുറ്റങ്ങളിലൂടെ അടക്കം ആന ഓടിയതിന്റെ ഇടയിൽ കാറുകൾക്ക് കേടുപാടുകൾ പറ്റി. അതോടൊപ്പം തന്നെ ഫർണിച്ചർ കടയുടെ അകത്ത് കയറി ഫർണിച്ചർ കടയിലെ സാധന സാമഗ്രികളും തകർത്തിട്ടുണ്ട്. മറ്റ് വീടുകളുടെ മതിലുകൾക്ക് നേരെയും ആനയുടെ ആക്രമണം ഉണ്ടായി. ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് ആനയെ തളച്ചത്. വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. എന്തായാലും ആനയെ അരമണിക്കൂറിന് ശേഷം തളച്ചതിനു ശേഷം ഉടമയുടെ വീടിന്റെ പരിസരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ജീന.